നമസ്കാരം. ഈ തയ്യൽ മെഷീൻ ഒരു ഹൊറർ മൂവിലുള്ള ഒരു സിനിമയാണ് അല്ലേ? അതെ അതെ, ഹൊറർ സസ്പെൻസ്. നമുക്ക് അതിന്റെ പേര് കേൾക്കുമ്പോഴും പേരൊരു ഹൊറർ മൂവിലുള്ള അങ്ങനത്തെ വേറൊരു പേരാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കോൺഫ്ലിക്ട്? നമുക്ക് അതിന്റെ ഒരു കഥയും കാര്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നു എന്നുള്ളത് കൂടി പറയാം. ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മൂമ്മ ഇത് തയ്ക്കെത്തിയായിരുന്നു. അപ്പൊ അവരുടെ പെട്ടെന്ന് മരണപ്പെട്ട് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു. അപ്പൊ അവന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഏഴിന് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാലയില് ഒരു റബ്ബർത്തോട്ടത്തിന് നടുക്ക് ഒരു ചെറിയ പഴയ ഓടിട്ട വീടാണ്. അപ്പൊ അവരുടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും അല്ല അവർക്കുള്ളത്. അപ്പൊ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചണിന്റെ അവിടെ പോകണം. തൊട്ടിപ്പുറത്തെ അമ്മൂമ്മയുടെ റൂമും അവിടെ തയ്യൽ മെഷീൻ ഒരു 7-ന്റെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് മൂടിയിട്ട് ഇട്ടേക്കുന്നതാണ് അമ്മൂമ്മയുടെ. അപ്പൊ അന്നൊരു മഴയുള്ള സമയമായിരുന്നു. അപ്പൊ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ മുറിയിൽ നിന്ന് ചക്രം കറങ്ങുന്ന ശബ്ദം ഞാൻ കേട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പേടിയായി, കരണ്ടും പോയി. മൊബൈൽ ടോർച്ച് അടിച്ച് ഞാൻ ചെന്ന് ഈ ശബ്ദം കേൾക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് അമ്മൂമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അമ്മൂമ്മയുടെ ഫ്ലെക്സ് തയ്യൽ മെഷീൻ മൂടിയൊക്കെയാണ്. പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫ്ലെക്സ് മാറ്റി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു തൊരപ്പനുണ്ടോ, തൊരപ്പൻ, അതിനെ നിങ്ങളെന്താ പറയുന്നത് അറിയില്ല, പന്നീലി എന്നൊക്കെ പറയും. അതിങ്ങനെ വയറിൽ ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും താഴത്തോട്ട് ഊർന്ന് വീഴും. അങ്ങനെ ഈ ഊർന്ന് വീഴുമ്പോഴത്തേക്ക് ഈ ശബ്ദം അത് എൻ്റെ പേടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് നമുക്കൊരു ഹൊറർ മൂവി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. സാധാരണ വീടുകളിൽ ഇതുപോലെ പഴയ തയ്യൽ മെഷീൻ കൂട്ടിയിടുന്ന റൂമിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഞാൻ എഴുതിയത്. സംവിധായകനെ ഇവിടെ ഇല്ല. അപ്പോൾ സംവിധായകനെ കുറിച്ചും നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ വിനയൻ എൻ്റെ സുഹൃത്താണ്. വിനയൻ്റെ ഏട്ടനുണ്ട് പ്രേമായിട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് പരിചയപ്പെട്ടതിന് മുതൽ വിനയനായിട്ട് അവരുടെ കല്യാണത്തിനൊക്കെ ബന്ധപ്പെട്ട് പരിചയമായി. പിന്നെ വിനയനൊരു പടം ചെയ്തതാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷിച്ചാണ് പടം ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഈ കഥ ചെയ്യണം ജോജി ചേട്ടനാണ്. അന്നൊരു വേറൊരു ഡയറക്ടറാണ്, പേര് പറയാൻ പറ്റില്ല കാരണം നടന്നില്ല. അപ്പോൾ കഥ കേട്ട് ജോജിച്ചേട്ടൻ നിർത്തി ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വലിഞ്ഞുകൊണ്ട് ആ പടം നിന്ന് പോയപ്പോഴത്തേക്ക് വിനയൻ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഈ സിനിമ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ചേട്ടൻ വിചാരിക്കുന്ന പോലത്തെ വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വെറുതെ ഇരിക്കണമെന്നല്ല, നമുക്ക് ആ സിനിമ ചെയ്യാം, ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമുള്ളൂ. അങ്ങനെ വിനയനെ കൈ കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചു ടെല്ലസ് ആയിട്ട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ പട്ടാപ്പകൾ എന്ന സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് കിച്ചു അതിനകത്തൊരു ഹീറോ ആയി. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കിച്ചു തയ്യൽ മെഷീനിൽ വരാൻ കാരണം. നമുക്കിത് എല്ലാം പരിചിതമായിട്ടുള്ള മോഡലാണ്. അതെ അതെ അതെ. ഇപ്പോ മോഡലിൽ ഒന്ന് പേര് പറയും പലത്. ഇതിലെന്താണ് കഥാപാത്രം? മോളായിട്ടാണ്. എനിക്കൊരു മോള് ടിവിയില് ടെലിവിഷനിലൊക്കെ ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ചാനലിലായിരുന്നു? എങ്ങനെ മോളെ കണ്ടെത്തിയത്? മോള് അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫ്ലവേഴ്സിലെ മനോരമയിലൊക്കെ പരിപാടി കണ്ടു. പിന്നെ കട്ടൂപ്പിൽ സ്കിറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവായിരുന്നു. അന്ന് മണിക്കൂട്ടമ്മ ഒരു പരിപാടി ഷീലാൻഡിക്ക് ഉണ്ട് നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പടണ്ടായിരുന്നു. അപ്പം ഞാനത് വിനയനെ കാണിച്ചപ്പോൾ വിനയൻ നോക്കി ഈ കുട്ടി മതി നമുക്ക്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഏജുള്ള 2 പിള്ളേരായിരുന്നു വേണ്ടത്. അങ്ങനെ പടങ്ങിനെ വിളിച്ചു. അന്ന് പടങ്ങ് ഷൂട്ടിലായിരുന്നു, ഇവിടെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഒരു സിനിമയാണ്, ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു സിനിമയാണ്, വരാൻ പറ്റുമെന്ന് വെച്ചാൽ പടങ്ങിൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ ആയിട്ടാ നമ്മൾ വരാം. ഒരു പിറ്റേ ദിവസം തന്നെ വണ്ടി കയറി പോരുകയും ചെയ്തു. അല്ലേ? അതെ അതെ. മനോരഞ്ജത്തിലെ ഇപ്പൊ കുറെ സിനിമകളായിരിക്കും നമുക്ക് പെട്ടെന്ന് പുലിവാലി കല്യാണം. ഇപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ചിലപ്പോൾ എത്ര സിനിമകളായി? ഏകദേശം 40 പടം ചെയ്തിട്ടുണ്ട്. ഞാൻ രാകേഷ് മുഖേനയാണ് ഈ പടത്തിലേക്ക് എത്തുന്നത്, തയ്യൽ മെഷീൻ വരുന്നത്. രാകേഷ് ഞാനൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ മലപ്പുറത്ത്. അത് കഴിഞ്ഞ് പിന്നെ പട്ടാപ്പകലിന് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടറോട് ചെയ്തു. പിന്നെയാണ് ഇതിലേക്ക്. ഇതിനു മുമ്പ് നൻപകലില് ഉണ്ടായിരുന്നു അല്ലേ? നൻപകല് ചെയ്തത് പുലിവാലി കല്യാണമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതിലെന്തെങ്കിലും മെമ്മറി ഉണ്ടോ പുലിവാലി കല്യാണത്തിലേക്ക്? ഇത് ഇപ്പോഴും ആ സീനൊക്കെ ഇപ്പോഴും ടയർ ഉരുട്ടി കൊണ്ടുപോകുന്ന മെമ്മറി. 2003 22 വർഷമായി. നമ്മളവിടെ പാടിവട്ടത്തായിരുന്നു ഷൂട്ടൊക്കെ. അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടായിരുന്നു ഷാഫി സാറ്. ഞാനൊരു കോമഡി പ്രോഗ്രാം ചെയ്തിരുന്നത് ഏഷ്യാനെറ്റിൽ, നോ കമന്റ്സ് പ്ലീസ് എന്നിട്ട് 2000-2001. ആ സമയത്ത് ഞാൻ ഷാഫി സാറെ നേരിട്ട് കണ്ട് ചാൻസ് ചോദിച്ചതാണ്. അപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെടുന്നത്.
കൊച്ചിനെ എന്തായിരുന്നു ഡയലോഗ്? ഇത് എന്റെ ഭയങ്കരമായിട്ട് എല്ലാരും അത് പറഞ്ഞാല് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത്രയും വർഷമായെങ്കിൽ കൂടി ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. പല സ്ഥലത്തുനിന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിലൊരു ബ്രോക്കറാണ്. വീട് നായകന് വീട് എടുത്തു കൊടുക്കുന്ന സത്യം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ മൂവിയാണല്ലോ. നായകനെയും നായകനും കുടുംബത്തിനും പെടുത്തണത് പുള്ളിയാണ്. അതെ, സത്യാവസ്ഥകളൊന്നും പറഞ്ഞ എല്ലാം റിയലിസ്റ്റിക് ബ്രോക്കറാണ്. പിന്നെ അങ്ങനെയൊക്കെ കണക്ട് ആയിട്ടുണ്ട്. കാരണം ഈ ബ്രോക്കർമാരുടെ മെയിൻ പരിപാടിയാണ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയും കള്ളത്തരങ്ങൾ പെടുത്തു. വലിയ വീടൊക്കെ ചെറിയ വാടക കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണില്ല എന്തുകൊണ്ട് ചെറിയ വാടകയ്ക്ക് തരുന്നൊന്നും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാണ്ട് പെട്ടെന്ന് അപ്പൊ ബ്രോക്കർമാരിൽ കാരണമുണ്ടോ? കാരണം സാറ് പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് പോലീസ് ഓഫീസർ ആവശ്യം, അതുകൊണ്ട് ചെറിയ വാടകയ്ക്ക് തരണം എന്ന് പറയുമ്പോൾ അവരും പൊങ്ങി അങ്ങനെ അബദ്ധത്തിൽ അടിക്കുന്ന പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ താരം വിഷ്ണു കൊച്ചിക്കാരൻ അല്ലെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നതൊക്കെയാണ്. ഈ ഒരു സിനിമ ശരിക്കും കുറച്ച് കാലം മുമ്പല്ലേ ഷൂട്ടിങ്? അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ ആക്ടിങ് ഇത് ലാബിൽ പോയി പഠിച്ച് എല്ലാം കഴിഞ്ഞ് നിന്നിട്ടാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 10-35 സിനിമകൾ ചെയ്ത് അങ്ങനെ അതൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്താണ് രാഷ്ട്രീയ നമുക്കറിയാം, പഴയ സുഹൃത്താണ്. അപ്പം അങ്ങനെ പുള്ളി ആദ്യം എനിക്ക് പട്ടാപ്പകൽ എന്നൊരു സിനിമയിൽ പുള്ളി അസോസിയേറ്റ് ചെയ്ത ഒരു പടത്തിൽ എനിക്ക് ചെറിയൊരു സീൻ തന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പുള്ളി വിളിച്ചിട്ട് തയ്യൽ മിഷൻ എന്ന സിനിമയിൽ പുള്ളി വിളിച്ച് ഒരു നല്ലൊരു എന്താ പറയുക ഡയലോഗുള്ള വേഷം. നമ്മളെല്ലാത്തിനും ഗുണ്ടയായിട്ടും അവിടെ ഇവിടെ കുറേ പോയി നിൽക്കലും പിന്നെ എല്ലാ ചിത്രത്തിലേക്ക് കണ്ടാലും അറിയാം. എല്ലാത്തിനും ഓട്ടോ ഡ്രൈവറായിട്ട് ആസിഫിയുടെ അരികത്ത് നിൽക്കുന്നുണ്ട്, ഒരു ഡയലോഗില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചോദിക്കും ഡയലോഗുള്ള വേഷം എപ്പോഴാണ് അത് ചെയ്യണം എപ്പോഴാണെന്ന് ചോദിക്കും സിനിമയിൽ. നമ്മൾ ഇങ്ങനെ പുറകെ നിൽക്കുന്ന ആളാണോ, എന്നെ പുള്ളി വിളിച്ചിട്ടാണ് വേഷം തന്നത്. എൻ്റെ അടുത്ത് വിഷ്ണു എപ്പോഴും വിളിക്കുമ്പോഴത്തേക്കും പറയുന്നത് ചേട്ടാ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 100ഓളം സിനിമ കഴിഞ്ഞ് കേട്ടാ ഒരു ഡയലോഗുള്ള പക്ഷെ എവിടെയും കിട്ടുമെന്നിരിക്കുന്ന ഞാൻ പറഞ്ഞടാ നിന്റെ 151ാമത്തെ സിനിമ നീ അഭിനയിക്കുന്ന ഡയലോഗുകൾ വിഷ്ണു അല്ലെ? വിഷ്ണു 151ാമത്തെ സിനിമയാണ് നമ്മുടെ തയ്യൽ മിഷൻ. പിന്നെ അതുപോലെ നമ്മുടെ ഈ സിനിമയിൽ അസിസ്റ്റന്റായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വിഷ്ണുവിനെ പോലെ തന്നെ എല്ലാ ഓഡീഷനിലും പങ്കെടുത്ത് അഭിനയിക്കാന്ന് വെച്ചാൽ ഞാൻ രാജീവ് പട്ടാപ്പന്റെ ഡയറക്ടർ സാജിദൊക്കെ തന്നെ പിന്നെ നമ്മുടെ വിജിലേഷ് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു അറിയപ്പെടുന്ന ആർട്ടിസ്റ്റായി. ഞങ്ങളെല്ലാവരെയും കടന്നപ്പോൾ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും കോമഡി ഫെസ്റ്റിവലിൽ ഞങ്ങളൊരു ടീമായിരുന്നു മഴമനോരമയിൽ 2012 കുമാർ ഇപ്പോഴത്തെ കോലാഹലത്തിലുള്ള റോളായിരുന്നു. ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു. ഇപ്പൊ വിഷ്ണു ഇപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ താരമാണ്. നിങ്ങളുടെ ഷൂട്ട് സമയത്ത് ഇത്രയ്ക്ക് താരമായിട്ടില്ല. താരമല്ല വിഷ്ണു ആരും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാനിപ്പോഴും വിഷ്ണുവിന്റെ ചീത്ത പറയും എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ നിൽക്കണോണ്ടാണ് ഇത്ര വിഷ്ണു വിളിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഈ പരിപാടി നിൽക്കുന്നത് പറയും. അപ്പൊ നമ്മുടെ സിനിമയിലെ വിഷ്ണു അല്ല നിങ്ങൾ ഇപ്പൊ കാണുന്ന വിഷ്ണു. അന്ന് ആർട്ടിസ്റ്റായിട്ട് എന്താണ് മറ്റേ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് ഇറങ്ങിയ വിഷ്ണു അഭിനയത്തിന്റെ പാഷൻ കൊണ്ട് എന്ത് വന്നാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തൊരു ക്യാരക്ടർ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനകത്ത് ചിരി ഉണ്ടാക്കുന്ന റോള് വിഷ്ണുവിന്റെ തന്നെയാണ്. അത് ഏത് സിനിമയാണെന്ന് ഞാൻ പറയാനുള്ള അത് സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മാറിയപ്പോഴത്തേക്കും വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞ ചേട്ടന്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ കുറെ സ്ഥലത്ത് ഇരുന്നു, നമുക്കൊന്നും ആരും തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി തയ്യൽ മെഷീൻ ഇറങ്ങിയാലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇറങ്ങാൻ വേണ്ടി ഇല്ല കൊണ്ട് വിഷ്ണു ഇത്തിരി ആൾക്കാർ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ജോസഫ് പെരേരി, അഭിലാഷ് മുംബൈ ബോഡി ഗാർഡ് അങ്ങനെയുള്ള കോമാളി വേഷം ചെയ്തു. പക്ഷെ അതും ആൾക്കാരെ അംഗീകരിച്ച് കോമാളി വേഷമാണ് വിഷ്ണു ചെയ്തത്. നമ്മളതിന്റെ പേരിൽ ഇപ്പോഴും ചീത്ത പറയാറുണ്ട് വിഷ്ണുവിനെ. എന്നാലും അവനത് ആ വീഡിയോ കണ്ടെത്തി ഇപ്പൊ എന്നെ കണ്ട നമ്മളെ കണ്ടാൽ കൂടുതൽ ഫേമസ് വിഷ്ണു കൊച്ചിക്കാരനാണ്. വിഷ്ണുവിന്റെ അഭിപ്രായം ശരിയെന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം അല്ലേ, കുറെ നാള് പെട്ടെന്ന് ഇറങ്ങുന്നതിലാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു ഡയറക്ടറുടെ അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലൊക്കെ ഡയലോഗുള്ള വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ. നമുക്കൊരു സിനിമ ഇപ്പൊ ഒരു ഡയറക്ടറുടെ അടുത്ത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നീ എന്താ ചെയ്തത്, നീ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രൊഫൈൽ ഇല്ലായിരുന്നു.
അപ്പോൾ ഞാൻ വെച്ച് തയ്യൽ മെഷീൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഡയലോഗുകളുടെ വേഷമാണ് ചെയ്തേക്കണം. അപ്പോൾ അതിനകത്ത് സാറ് ഇത് ഈ പടം ഇറങ്ങണമെങ്കിൽ അതൊക്കെ കൊണ്ട് കാണിക്കാനുള്ള വെയിറ്റ് ചെയ്ത് കുറേ നാൾ ചിന്തിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നീട്ടി പോയത്. അങ്ങനെയാണ് അന്നും പെരയിലൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് പെരയിലെ അറപ്പിൻ്റെ കയറി വൈറലാവും. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഏതായാലും നീ ഞങ്ങളുടെ കയറി, ഏതായാലും പടം ഇറങ്ങുമ്പോൾ നോക്കാം, ഇത്ര നാളായിട്ട് പടം ഇറങ്ങിയിട്ടില്ലല്ലോ, ഒരു 3-4 മാസം വരെ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഇവരുടെ അങ്ങോട്ട് കയറി, പിന്നെ അങ്ങനെ പെട്ടെന്ന് വൈറലായി പോയി. വൈറലായി ആളുകൾ അറിഞ്ഞു തുടങ്ങി. പക്ഷെ ഇവര് പറഞ്ഞൊരു വിയോജിപ്പുണ്ടല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മളിപ്പോ 10 പേര് ഇപ്പൊ അറിയണത് ഇപ്പൊ അവര് കാരണമാണ്, ശരിയല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 20 സിനിമയിൽ അഭിനയിച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. കുറെ പറഞ്ഞ് ഇന്ന റോള് ഇപ്പൊ ചേട്ടൻ ചോദിച്ച് പുലിവാൽ കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല. ഇതെന്നൊരു സോഷ്യൽ മീഡിയ എന്നൊരു വിവരം കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആളാണെന്ന് അറിയാം. ഈ ശരിക്കും പറഞ്ഞാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കയറില്ലായിരുന്നു. സിനിമ ഇറങ്ങാൻ വൈകി കൊണ്ടിട്ടാണ് ഞാൻ ഇവരോട് കയറിയത് തന്നെ. പക്ഷെ ഈ പറഞ്ഞ വൈറലാണ്, ആളുകൾ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അങ്ങനെ കൂടെ വരുമ്പോഴൊക്കെ ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ കുറെ തെറിവിളി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ബാധിക്കുന്നുണ്ടോ അതൊക്കെ മനസ്സിലായി? കമന്റ് നോക്കാറില്ല, നോക്കാൻ പ്രശ്നം നമ്മളത് നോക്കാണ്ടിരിക്കാൻ നല്ല കാര്യം. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലോട്ട് തകർന്നു. കാര്യം നമ്മുടെ സ്വപ്നം എന്നുള്ള സിനിമയാണ്, അതിനകത്തൊക്കെ എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരുടെ കയറി നമ്മൾ ഇങ്ങനെ ആയി പോയത്. നേരിട്ട് കാണുമ്പോൾ ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ സുഹൃത്തുക്കളല്ലാതെ നേരിട്ട് കാണുമ്പോൾ ആൾക്കാരൊന്നും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാറുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ ആരൊന്നും പറയാറില്ല. സോഷ്യൽ മീഡിയയിലെ തെറിവിളി നേരിട്ടില്ല. നേരിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞ് അങ്ങനത്തെ കളി കളിക്കാറില്ല. അതാ നിങ്ങൾ അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു രീതി നോക്കുന്നത്. അത് ഞാൻ ഇന്നലെ ഫോറം മാളിൽ നമ്മുടെ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളും പോയി നോക്കണല്ലോ എന്ന് വെച്ചാൽ ചെന്നപ്പോഴത്തേക്ക് വിഷ്ണുവിനോട് വെച്ചിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിൻ്റെ അടുത്ത് ഒരേട്ടോ ചാവടിക്കാന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്കും ആ സമയത്ത് ഒരു 5 പേരെങ്കിലും വന്നിട്ടുണ്ടാവും സെൽഫി എടുക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ അടുത്ത്. ഞാൻ കേട്ടിപ്പോയി എന്ന് വെച്ചാൽ എല്ലാവരും തെരുവാണ് വിഷ്ണുവിൻ്റെ ആൾക്കാർ സെൽഫി എടുത്തവരുടെ പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആയിട്ടുണ്ട് ആശ. മൊത്തം നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ തന്നെ അവന്റെ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 10-20% എത്തിയിട്ടുണ്ട്. ബാക്കി എത്തുമല്ലോ, കലാകാരനാണ്. എല്ലാരും കഷ്ടപ്പെട്ടിട്ടൊക്കെ. മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം കുറെ വർഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ട് മമ്മൂക്കയുടെ കൂടെ ആദ്യം കിട്ടല്ല നമ്പറിൽ അഭിനയിക്കും. അപ്പൊ അതെങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ കൂടെ? കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? 30 ദിവസം ഫുൾ ഡേ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതിനാണ് നമ്മളെയൊക്കെ അംഗീകരിച്ചു. അവരുടെ ആദ്യത്തെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് അതും സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകരിൽ ഒരാളാണല്ലോ ലിജോ സാർ. അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ജിസ് ജോയ് സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ രതീഷ് മൈക്കിൾ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ലിജോ സാറിൻ്റെ കൂടെ. അങ്ങനെ രതീഷ് സാറാണ് എന്നെ ലിജോ സാറിൻ്റെ പടത്തിലേക്ക് എത്തിച്ചത്. പിന്നെ മമ്മൂക്കയുടെ ആദ്യമായിട്ട് കണ്ട് ഫസ്റ്റിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക. പക്ഷെ അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. നല്ല പരിഗണന തന്നു, നമ്മളോട് സ്നേഹമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടു, ഡൊമിനിക്കിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രൊമോഷൻ താല്പര്യമായിട്ട് വന്നു. അപ്പൊ നിങ്ങൾ മറ്റ് പെട്ടെന്ന് വന്നു, അത് എന്താണ് ശരിക്കും സംഭവം എന്ന് വെച്ചാല് ഒരു പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാളത്തിൽ ഇപ്പൊ സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യുന്ന മുൻനിര മീഡിയാസ് ഉണ്ടല്ലോ, ഓൺലൈൻ മീഡിയാസ്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ റീസെന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്കായിട്ട്, ഇതിന്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മുടെ മെയിൻ അതോറിറ്റി എന്നുള്ള പറഞ്ഞത് അവര് മെയിൻ ആർട്ടിസ്റ്റ് മാത്രം വന്നാൽ മതി, ബാക്കി ആരും വേണ്ട, ശരിയ പടവുകളുടെ ആരും എടുക്കൂല എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചെന്താണ് ഇനി ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ ഞാൻ അപ്പോൾ പോകുമെന്ന് വെച്ചാൽ ആ സമയത്താണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ വരാം. പിന്നെ ഞാൻ വരാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചായിരുന്നു ചേട്ടനോട്, ചേട്ടാ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾ മുൻനിര ആർട്ടിസ്റ്റിന് മാത്രം ഇന്റർവ്യൂ ചെയ്യുള്ളൂ എന്ന് വെച്ചപ്പോൾ താങ്കൾ ഇതിനകത്ത് പറഞ്ഞായിരുന്നു ഇല്ല, താങ്കൾക്ക് അഭിനയിച്ച് ക്യാരക്ടറൈസ് ചെയ്തത് കൊണ്ടുപോകാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ
മനോരഞ്ജന പതിനെ വിളിച്ച് ചേട്ടാ ഇന്റർവ്യൂ ഉണ്ടായിട്ടും വരുമെന്ന് വിളിച്ച്. പിന്നെ രാജീവ് വിളിച്ചായിരുന്നു, പക്ഷെ രാജീവിന് പനിയായതുകൊണ്ടൊന്നുമില്ല. പിന്നെ ഇവളാണെങ്കിൽ തന്നെ അതിനകത്ത് നായകന്റെ മകളായിട്ട് അന്വേഷിച്ച് ബുക്കിയാണ്. ഇവരെ വിളിച്ചപ്പോൾ അപ്പം തന്നെ ചാടിക്കൽ വരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ചെറിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. പേഴ്സണലി എൻ്റെ അഭിപ്രായം, അതുകൊണ്ട് ഞാൻ വന്നത്. ഇതിലെ ബാക്കി ഇപ്പൊ കിച്ചു ആയാലും ഗായത്രിയൊക്കെ ആയാലും ഒക്കെ അപ്പൊ അവരുടെ ഒക്കെ സഹകരണം ഷൂട്ടിംഗ് സമയത്ത് അവര് വലിയ സിനിമയുടെ ഭാഗമാവുന്നവരാണ്, നിങ്ങളൊരു കൊച്ചു സിനിമയാണ്. അപ്പൊ അവരുടെ ഒരു സഹകരണം പ്രൊമോഷൻ സമയങ്ങളിൽ ഇപ്പൊ പല രീതിയിൽ പല പരാതികളുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയുടെ എങ്ങനെയാണ് അവരുടെ ഒരു സഹകരണം? ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി, ഇപ്പൊ ഏകദേശം 1.5 വർഷമാണ്. പക്ഷെ ഇത് കാലമായെങ്കിലും ആർട്ടിസ്റ്റ് അവര് ഇപ്പോഴും കമ്മിറ്റ്മെന്റ്, സിനിമകളുടെ കമ്മിറ്റ്മെന്റ് അവർ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഗായത്രി സുരേഷ് ആണെങ്കിലും കിച്ചു ഡേൽസ് ഇപ്പോൾ വിജയ് സേതുപതി സാറിന്റെ ഒപ്പം ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ വേഷം. പിന്നെ അതുപോലെ കിച്ചു ഡേൽസ് സിനിമ എടുത്താൽ തന്നെ അറിയാം, വലിയ വലിയ സിനിമകളുടെ ഭാഗമാണ്. ലിജോ ജോസഫ് പള്ളിശ്ശേരി സാറിന്റെ അങ്കമാലി ഡേവീസ്, അജക ചാന്തരം, അങ്ങനെയുള്ള വലിയ കാവലൻ, ഇരുട്ട, അതിനകത്തൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ആള് നമ്മുടേതായ സിനിമയിൽ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വന്നെങ്കിൽ ഇപ്പോഴും ആ ഒരു ആക്റ്റീവായിട്ട് പുള്ളി ഇപ്പോഴും നിൽക്കണം. നമ്മുടെ സിനിമ ഇങ്ങനെ വിജയിപ്പിക്കണം, എപ്പോൾ വിളിച്ചാലും വരാൻ വേണ്ടി തയ്യാറായിട്ട്. ഇപ്പോൾ വിനയായാലും അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിട്ട് വിളിച്ചിട്ട് പുള്ളി ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നത്, ഷെഡ്യൂൾ ബാക്കപ്പ് ആയിട്ട് വന്നത്, നല്ല സഹകരണം. പിന്നെ ഗായത്രിയാണെങ്കിൽ തന്നെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ എന്നാലും വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വിളിച്ചാൽ എന്ത് ചേട്ടാ എപ്പോഴാണ് വരുന്നത്, ആ ഓക്കെ ചേട്ടാന്ന് പറഞ്ഞ് ചാടിക്കുന്നത്. ഗായത്രിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഗായത്രിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? എങ്ങനെയാണുള്ളത് ഗായത്രിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ പോസ്റ്റർ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും. ഗായത്രിയാണ് ഇതിനകത്ത് ശരിക്കും ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ. കഥയിലോട്ട് ഞാൻ കിടക്കണ്ട. അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു ഗായത്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത സിനിമ അപ്പോഴത്തേക്കും വിനയൻ എന്ന് വെച്ചാല് അത്യാവശ്യം ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊരു പടം ചെയ്ത ഒരാളാണ്. അപ്പൊ വിനയ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മൾ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യണത് സിനിമയാണ്. അപ്പൊ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടു മുഖം പരിചയമുള്ളത് നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റിയ ആർട്ടിസ്റ്റിനെ കിട്ടുമെന്ന് വെച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ ഹരിച്ചേട്ടൻ ഹരിവെന്നാറും കൂടെയാണ് പറഞ്ഞത്. എല്ലാം നമ്മളായിട്ട് സഹകരിച്ചിരിക്കുന്ന കുട്ടിയുണ്ട് ഗായത്രി സുരേഷ്. ഗായത്രി സുരേഷ് ഓക്കെയാന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചാടിക്കരുത്, കാരണം നമ്മുടെ സിനിമയ്ക്ക് ആർട്ടിസ്റ്റ് കിട്ടുക ഓക്കെയാണുള്ളത്. അങ്ങനെ ഗായത്രീനെ വിനയനെ വിളിക്കുന്നത്. വിനയം വിളിച്ചപ്പോഴത്തെ ഗായത്രിയുടെ കഥ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു. ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഗായത്രി ഒന്നും നോക്കാണ്ട് ഒരു ഡിലേ വരുത്താൻ, ചേട്ടാ നമുക്കിത് ചെയ്യാം, എപ്പോഴായിട്ട് ഡേറ്റ് എന്നാണ് അവൾ ചോദിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഗായത്രി അത്യാവശ്യം പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ട്രോളന്മാർ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഗായത്രി അല്ല, പാവം ഉണ്ടാവുക. നല്ല സഹകരണം, വയറത്തി ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കുട്ടീനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ലൊക്കേഷനിൽ കാണുന്നത്. ഒരു താരജാട ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർക്ക്. ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ തന്നെ ഗായത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനകത്ത് പോയി നല്ല എ സി മൂടിയൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് പോയി ഇരിക്കാണ്ട് നമ്മുടെ ഒപ്പം തന്നെ നിന്ന് പോണൊരു പ്രകൃതി വരുന്ന ഗായത്രിയുടെ. തിരിച്ചു ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പൊ ഇതില് ജോസേട്ടൻ ആദ്യം ആലോചിച്ചിരുന്നു തോന്നുന്നു വേറൊരു സംവിധായകരോട്. പിന്നീട് ഇപ്പൊ ഈ പുതിയ ഡയറക്ടർ വന്നപ്പോൾ പിന്നെ വീണ്ടും ജോസേട്ടൻ ആലോചിച്ചിരുന്നോ, വേറെ താരങ്ങളെ ആലോചിച്ചോ, എങ്ങനെയാണ്? എല്ലാം വേറെ ഓപ്ഷൻസ് നോക്കിയിട്ടാണോ കിച്ചുവിലേക്ക് എത്തിയത്? ഇല്ല, വിനയന്റെ കാരണം വിനയൻ സ്വന്തമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഓർഡർ. അപ്പൊ വിനയനിൽ എന്താ ഫണ്ടുണ്ടെന്നുള്ള വിനയനൊക്കെ പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും ഒരു 1.5 സ്വീകാര്യത്തിൽ ഇരുന്നൊരു പടം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ മുന്നിലെ നായകന്മാരെ ഒരിക്കലും അപ്രോച്ച് ചിന്തിച്ചില്ല. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വിനയൻ ചോദിച്ച്, ചേട്ടൻ വിളിച്ച അവൻ ആർട്ടിസ്റ്റ് ആരായിട്ടല്ലെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ കിച്ചുവിനെയാണ്. അങ്ങനെ കിച്ചു വിളിച്ച്, കിച്ചു ചാടിക്കരി നോക്കാൻ കിച്ചു ഇറങ്ങി സ്ക്രിപ്റ്റായിട്ട് പോവാം, ട്രിവാൻഡ്രത്ത് ബി സുകുമാർ സാറിൻ്റെ പടം എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാട് വാങ്ങുന്നത് ഞാൻ വിനയനും കൂടി കോവളത്ത് പോയിട്ട് കഥ പറഞ്ഞപ്പോൾ കിച്ചു ഓക്കെ പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലത്തെ ഒരു സ്റ്റോറി പാറ്റേൺ ആണ്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ നോക്കേണ്ടി വന്നു, ലോക്ക് ചെയ്തു. ഇപ്പൊ ഷൂട്ടിംഗ് എല്ലാം ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. ഈ റിലീസ് ഇപ്പൊ കുറച്ച് വൈകാൻ കാരണം ഈ തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതിന്റെ ഒരു ഷൂട്ട് തീർന്ന് തിയേറ്ററിലേക്ക് ഇറക്കാന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അതെന്ന് വെച്ചാല് വിനയൻ തിരുവനന്തപുരത്ത് നമ്പർ 1 ഇവന്റ് കമ്പനിയുടെ ഓണറായിരുന്നു നമ്മുടെ ഡയറക്ടർ വിനയൻ. അദ്ദേഹത്തിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വരാനും പിടിക്കാനും ഇതിനൊപ്പം നിൽക്കാനുള്ളത്. പിന്നെ ഇത്തിരി ഡിലേ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ ഞങ്ങൾ പോയല്ലോ. പിന്നെ ഇതിന്റെ പുറകെ ഓടാൻ ചിലപ്പോൾ 30 മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പം അതിന്റെ ഡിലേ ആയിരുന്നു ഈ വന്നത്. പിന്നെ സ്വന്തമായിട്ട് പൈസ ഇറക്കി ചെയ്യുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണോ? ഇല്ല, അത്
എനിക്ക് തോന്നുന്നു 72 ഫിലിംസ് ആണ് തോന്നുന്നു നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, അത് ഡയറക്ടർ അനൗൺസ് ചെയ്തത്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഏകദേശം? ഡേറ്റ് ഡയറക്ടർ അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയത് ഓഗസ്റ്റ് 1st വീക്കെന്നാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഡേറ്റ് ഇനിയും പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 1st വീക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് 1st വീക്ക് 1 ആയിരിക്കുമല്ലോ. സെൻസർ ബോർഡ് ഇഷ്യൂ ഇനി ഒന്നും പ്രോബ്ലം ആക്കിയില്ലെങ്കിൽ ഓഗസ്റ്റ് 1st വീക്ക് തന്നെ റിലീസിന് സെൻസറിൽ പ്രോസസ്സിംഗിലാണ്. എന്തെങ്കിലും അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഡിലേ വരും. അതുകൊണ്ടാണ് കറക്റ്റ് ഡേറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയം പോലെ ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? റൈറ്റർ എന്ന രീതിയിൽ ഈ ഒരു ഇതിനെങ്ങനെ കാണുന്നു ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ? അതെ, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എവിടെയാണ് വെട്ട്, എവിടെയാണ് തിരുത്ത്, പിന്നെ അതിനകത്ത് പേരുകളിൽ ഇപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വലിയ തിരക്കില്ലാത്ത പേരാണ്. പേര് തന്നെയാണ് ഇപ്പൊ മെയിൻ ഇഷ്യൂ ആയിട്ട്. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടം അവർക്ക് ബ്ലോക്ക് ചെയ്യാമെങ്കിൽ നമ്മളോട് ചെറിയ പടത്തിന്റെ കാര്യം പറയേണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം പ്രാർത്ഥനയുണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുക, സിനിമ റിലീസ് ചെയ്യുക. ആ ഒരു ടെൻഷനുണ്ട് നമുക്ക്. നന്നായി പാട്ട് പാടും അല്ലേ? ഒരു പാട്ട് ഒരു മധുരക്കിനാവില്ലഹരിയിലെന്നോ ഉടമുള്ള പൂവിരിഞ്ഞു, അതിലായിരം ആശകളാതൊരു പൊൻപൻ നേതു തേൻവണ്ടു ഞാൻ അഴകേ നീ തേൻവണ്ടു ഞാൻ. ഇപ്പൊ ഏട്ടൻ പറഞ്ഞത് തന്നെ എല്ലാവർക്കും പാട്ടുമല്ലേ. പിന്നെ അത് നമ്മള് ഡയലോഗൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഡയലോഗ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ അസോസിയേറ്റ് ആയതുകൊണ്ട് നമ്മളാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവള് പറയോ? അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിട്ട് നമ്മളെ ഇത് ഇങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറയുമ്പോ ഡയലോഗ് കാണുമ്പോൾ ഇവള് പറഞ്ഞു കഴിഞ്ഞു. അവിടെ സ്കൂളിൽ പഠിക്കുന്നവര് ഡയലോഗ് പഠിച്ചിട്ട് അവിടെ പോയി കളിയാണ്. പിന്നെ ആശാത്തി ഉറങ്ങിക്കഴിഞ്ഞ സീനാണ്. ഞങ്ങള് ഒരു അന്ന് ലൈറ്റ് പോകുമായിരുന്നു. അപ്പൊ ഇവളുടെയും ഗിച്ചുവിന്റെയും ശ്രുതിജയന്റെയും, ശ്രുതിയാണ് അത് ഹീറോ. പിന്നെ ശ്രുതി നല്ല അത്യാവശ്യം തിരക്കായതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ വരാണ്ടിരുന്നത്. അവള് ഒരു ഡാൻസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് ഇറങ്ങി. നല്ലൊരു ആർട്ടിസ്റ്റാണ്, പറയാനൊന്നും പറ്റില്ല. അപ്പൊ ഇവരായിട്ടൊരു കോമ്പിനേഷൻ. ശ്രുതിക്ക് പിറ്റേ ദിവസം പോവുകയും വേണം. ഇവളുണ്ടെങ്കിൽ ഇവള് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കൂല. എന്നിട്ട് ഞങ്ങൾ സ്പ്രേ ഇല്ലേ, സ്പ്രേ ഒക്കെ വെച്ച് അടിച്ച് കാലിൽ പിടിച്ച് അത് ഇരിച്ച് അടിച്ച് അങ്ങനെയൊക്കെ വിളിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെലിബ്രിറ്റിയാണ് അവിടെ വരുമ്പോഴത്തേക്കും ബേബി അല്ലേ. ഒരു തമിഴ് സിനിമയുണ്ട്. അതെ ആള് പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ എന്തായാലും പോലീസിനോട് എന്താ പറയാനുള്ളത്? എന്തായാലും ഓഗസ്റ്റിൽ കുറേ സിനിമകൾ വരികയാണ്. ഇത്രയും വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ സിനിമയും നമുക്ക് വലുതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ ചെറിയ സിനിമയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ കുറച്ച് പൈസ ഇറക്കുമ്പോഴത്തേക്കും ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കുക. അപ്പൊ അതില് ഞങ്ങളൊപ്പം കൂടെ നിൽക്കുക. അതല്ല തുടർന്നും സിനിമകൾ വേറെ ചെയ്യുന്നുണ്ടോ? രണ്ടെണ്ണം ഇതുകൂടാതെ 2 റിലീസുണ്ട്. ഒന്ന് നമ്മുടെ രോമാഞ്ചം ടീമിൻ്റെ ജോൺ പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്തൊരു പടം, ഇന്ദ്രൻസേട്ടനും ജോമാൻ ജോർജ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സിനിമയിലുള്ളിലെ സിനിമയാണ് നല്ല ക്യാരക്ടർ കിട്ടുന്നത്. പിന്നെ കിരൺ നാരായണൻ്റെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പടം, അത് റിലീസാകുന്നത്. വിഷ്ണു ഇത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ മാറും. വിട്ടിട്ട് പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് ഇറങ്ങും. എന്താ ഉദ്ദേശം? ഇപ്പൊ നമുക്കൊരു പ്രൊജക്ട് ഇപ്പൊ കാണിക്കാനായിട്ട് ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇന്ന സിനിമയിൽ ഞാനുണ്ട് എന്നെനിക്ക് നെഞ്ചുപിടിച്ച് പറയാം. അത് ഡയലോഗുള്ളതായിട്ടും ചെയ്തെന്ന് പറയാം. ഒരുപാട് ഇപ്പൊ ഒരുപാട് ആർട്ടിൽ ഇപ്പൊ കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ നമ്മ ചാൻസ് ചോദിച്ചാൽ ചെല്ലുമ്പോ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദർശ നായകനായിട്ട് ഞാൻ വില്ലനായിട്ടൊരു പടം ചെയ്തിരുന്നു, ചതി എന്നും പറഞ്ഞിട്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ സിനിമയിൽ ഒരു അവസരം ചോദിച്ചാൽ ഇതുപോലെ കുറെ പേര് ആട്ടുനിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ ഒരു കാര്യം കൊണ്ട് എനിക്ക് ആ സിനിമയിൽ ഡയലോഗ് ഒരു വേഷം ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഈ പഠിച്ചിറങ്ങിയിട്ടും എന്നെ വലുതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. നമ്മളൊരു ഫീൽഡിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്, അത് ഒരിക്കലും പാടില്ല. അപ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു സിനിമാക്കാരുടെ ചെന്ന് കാണിക്കാൻ നടക്കില്ലത്. അവർ പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്ന ചോദിക്കും. അപ്പോൾ പഠിച്ചിറങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നുമില്ല.
നോക്കട്ടെ പറയാം. നമുക്ക് കുറേ ഡയറക്ടർമാർക്ക് ചില പേഴ്സണൽ അറിയാം, അവരുടെ ഡ്രൈവറായിട്ടൊക്കെ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ സിനിമ ഉള്ള സമയത്ത് ഒരു മുഖം മാറ്റി സിനിമയിലെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവരിവിടെ നിൽക്കണത്, അത് അവർക്ക് പറയും. പക്ഷേ സിനിമ തുടങ്ങി കഴിയുമ്പോൾ അവർ നമ്മളെ മുഖം മറിച്ച് കാണിക്കാറുണ്ട്. നമ്മളതൊന്നും പിന്നെ തിരിച്ച് പറഞ്ഞിട്ട് കാര്യം സിനിമയാണ്, ഇതിനും വലുതായിട്ട് അനുഭവിച്ച ആൾക്കാരും ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ നടന്ന് അവസാനം സിനിമ എന്നൊരു ഇതിൽ നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയത്. അതെന്തായാലും ക്രൂ മെമ്പേഴ്സൊക്കെ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിരുന്ന അതിപ്പോൾ ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് ഒരു സിനിമയിൽ. അതിനകത്ത് ക്യാമറമാനാണ് നമ്മുടെ ഇതിനകത്ത് ക്യാമറ ഷാഫിദൂർ, പിന്നെ ഉയരെ കാണാ അതിൻ്റെ എഡിറ്ററാണ് അഭിലാഷ് ബാലേന്ദ്രൻ, പിന്നെ ലിജോ ജോസഫ് പരീക്ഷയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള അനീഷൻ ജോർജാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ്, പിന്നെ ഇവരെല്ലാവരും നമ്മുടെ സൗഹൃദത്തിൽ അതെ 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 എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ തന്നെ എടുക്കാൻ പറ്റും. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ തന്നെ ഐഡിയാസ് ആർസിംഗ് ഫെയിം ദീപക് ചെയ്യാറ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് മ്യൂസിക് ഡയറക്ഷൻ. അത്യാവശ്യം നന്നായിട്ട് കമ്പോസ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അങ്ങനെ, പിന്നെ സൗണ്ട് എഫക്റ്റ് മിക്സിംഗ് ഒക്കെ ആണെങ്കിൽ ഈ യൂട്യൂബ് ബ്ലൂസിൻ്റെ സൗണ്ട് തോമ ആ ടീം അത്യാവശ്യം റൂംബേഴ്സൊക്കെ നല്ലതാണ്. എന്നോട് പലരും ചോദിച്ചിരുന്നു. നാട്ടിലൊക്കെ പലരും പറയുമ്പോൾ തന്നെ തയ്യൽ മെഷീൻ കേട്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നിങ്ങൾ തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് പല അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പല വീടുകളുടെയും ജീവിതോപാധിയാണ്. അപ്പം അതിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങളൊരു ഹൊറർ സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിനെ ഒരു സെൻസർ ബോർഡ് കട്ട് ചെയ്യില്ലേ പേര്? നിങ്ങൾക്ക് ആ പേടിയില്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിനിമയായിട്ടാണ് ചെയ്തത്. സെൻസർ ബോർഡ് കട്ട് ചെയ്യുമെന്നുള്ളൊരു ചിന്തപ്പെടാൻ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ആവില്ലെന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. പിന്നെ തയ്യൽ മെഷീൻ പോലെ ഞാൻ തയ്ച്ചിറങ്ങിയപ്പോഴത്തേക്കും പല ആൾക്കാർ അതിനകത്ത് വരുന്ന ഞാൻ വായിച്ചായിരുന്നു. ഈ തയ്യൽ മെഷീൻ സിനിമ ഇറങ്ങുന്നതുകൊണ്ട് വീട്ടിലെ അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന സിനിമയാണോ എന്ന് താങ്കൾ ചോദിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ. പക്ഷേ വീട്ടിൽ ഉപകാരപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ഇത് നമ്മുടെ കണ്ടന്റ് തയ്യൽ മെഷീനാണ്. തയ്യൽ മെഷീൻ എന്നാണ് നമ്മുടെ ഹൊറർ മൂവി ജനിക്കുന്നത്. അതിനകത്ത് ഉപകാരപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. അതെ മോളൊന്നും പറഞ്ഞില്ല, തയ്യൽ മെഷീനെ പറ്റി മോളുടെ അഭിപ്രായം പറഞ്ഞില്ല. നല്ലതാണ്, മോശമുള്ള തയ്യൽ മെഷീൻ ഉണ്ടോ? നമ്മുടെ ലൊക്കേഷൻ അതെ, ആരാണ്? വിഷ്ണുവാണോ? വിഷ്ണു ഡയറക്ടർ. ആ വിഷ്ണു കൊച്ചുകാരൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ എപ്പോഴും ഒന്ന് വയറിനകത്ത് ഇരിച്ചിട്ട് ആ ബോൾ എനിക്ക് അതെ. ചോദിക്കും രഹസ്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിച്ചു വെക്കുന്നതാണ്. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാറ്? എന്ത് ഗിഫ്റ്റാ കൊടുക്കണേന്ന് എന്താ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞില്ലേ? എന്നാലും പറയൂ, ആ രഹസ്യം പറയൂ. പറയുന്നേ വേറെ ലൊക്കേഷനില് സുധി ആന്റി ഒക്കെ ഉണ്ടായില്ല, അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിരിച്ചു ശരിക്കും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാല് ഒരു ഫാമിലി പോലെ ആയിരുന്നു. കാരണം ഒരു വീടിനകത്താണ് സംഭവം ഉള്ളത്. തയ്യൽ മെഷീൻ എന്ന് വെച്ചാൽ എപ്പോഴും വീടിനകത്താണ് ഉള്ളത്. അപ്പോൾ വീട്ടിലെ ഫാമിലി ആ ഫുൾ ക്രൂ നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെയാണ്. അതിന്റെ പരിസരത്തിന് നമ്മൾ റൂമൊക്കെ എടുത്ത് വെച്ചത്. ഇപ്പോൾ കിച്ചു ഒക്കെ ആണെങ്കിലും ഇന്റർവൽ ടൈം എന്ന് പറഞ്ഞ സമയമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് പിള്ളേരായിട്ട് തന്നെ ഫുള്ള് ചിലവഴിച്ചോന്ന് വെച്ചാൽ കിച്ചു എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറി മിൽക്ക് മേടിക്കാൻ വേണ്ടി കിച്ചു കൂട്ടുകാരുടെ സുഖി ഫുൾ ടൈം ഇങ്ങനെ ബാഗ് കണക്കി ഡയറി മിൽക്ക് പിള്ളേർക്ക് കൊടുത്ത് പാട്ടൊക്കെ പാടിയല്ലേ അടിപൊളിയായിട്ടാണ് ലൊക്കേഷൻ പോയത്. മോൾക്ക് കൂളിംഗ് ഗ്ലാസ് ആരാ തന്നെ? ഗ്ലാസ് ആരാ തന്നെ? അമ്മ. ഭയങ്കര വിലയുള്ള
അങ്ങനെ വലിയ ഉള്ളതാ ഗിഫ്റ്റായിട്ട് തന്നാ ആ. എന്നിട്ട് ഇതാണ് എപ്പോഴും വെക്കാറ്. അല്ല വേറെ ഉണ്ട്. ആ മാറി മാറിയിരിക്കും അല്ലേ? മമ്മൂക്കനെ പോലെ മമ്മൂക്കനെ പോലെ. ഈ ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയത് ഇത് അമ്മയുടെ ഫ്രണ്ട് എനിക്ക് അയച്ചത്. ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കിട്ടുന്ന ഒരു 90% ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഓരോ വലിയ ബൊട്ടീക്ക് ഒക്കെ ഉണ്ടാവും. പിന്നെ ചാനലിലൊക്കെ അവർക്ക് എടുത്തിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇട്ട് കൊളാബ് ചെയ്യാറുണ്ടോ? കൊളാബ് ചെയ്യാറുണ്ടോ? കൊളാബിന്റെ പര്യായം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം അപ്പൊ ഏറ്റവും വലിയ താരം പിന്നെ അതെ. ഇവളൊക്കെ ഒരു പോസ്റ്റിന് ഭയങ്കര റീച്ചാണ്. ഞാൻ വിളിച്ച് ചോദിക്കും അമ്മേനോട്, ചേച്ചി ഒന്നും നമ്മുടെ പോസ്റ്റിൽ കൊളാബ് നമ്മൾ റീച്ച് കയറ്റുന്നത്. തയ്യൽ മിഷന്റെ പോസ്റ്റ് കൊളാബ് ചെയ്യാറുണ്ടോ? ആണോ? ഇത് ആരും ഇഷ്ടം? മമ്മൂട്ടിനെ ഇഷ്ടം മോഹൻലാലിന്? മോഹൻലാൽ. അതെ, മോഹൻലാൽ ഫാനാ? മോഹൻലാലിന്റെ ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് പറയാമോ? സവാളഗിരി. കൊച്ചിന് അവസാനമായിട്ട് ഓഡിയൻസിനോട് പറയാം. അവർക്ക് എന്താ പറയാനുള്ളത് തയ്യൽ മിഷനെ പറ്റി? എന്താ പറയാറ്? മോളുടെ ആദ്യത്തെ പടമാണ്, അങ്ങനെയുള്ള രീതിയിലൊന്നും പറയാമോ? അങ്ങനെ എനിക്കറിയില്ല. എല്ലാരും കാണാമെന്ന് പറയും. പടം വിജയമാണ്. മകളുടെ ആദ്യത്തെ പടമാണ്. ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചേ, എടി നീ നമ്മുടെ ചാനലിൽ ഏതൊക്കെ പരിപാടിയാണ് അവതരിപ്പിച്ചെന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അവേഷ് മനോരമ തൃപ്തിപ്പെട്ട ഞാൻ പരിപാടിയുടെ പേരറിയില്ലേ. അന്ന് എനിക്ക് 2.5 വയസ്സില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയാലോ? ചോദിക്കാൻ മോളൊന്നിങ്ങനെ പറയാമോ? എന്റെ പടം കാണണം. എന്റെ ആദ്യത്തെ സിനിമയാണ് കാണുന്നത് പറഞ്ഞാൽ മതി. എന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കാണണം. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ ആദ്യത്തെ സിനിമയാണ് തയ്യൽ മിഷൻ എന്നുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചേച്ചി ഉണ്ട്, ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിലൊന്ന് പറഞ്ഞു. എന്റെ ആദ്യത്തെ സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്ത് സിനിമയാണ്? ഹൊറർ. അതിൽ പേരെന്താ? എന്റെ മോളുടെ പേരെന്താ? അതില് ആര്യമോൾ. സിനിമയുടെ പേരെന്താ? തയ്യൽ മിഷൻ. ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതില്? കിച്ചു ടെലസ്, ഗായത്രി സുരേഷ്, ഞാന്, പിന്നെ എല്ലാവരും. ഒരു വേറെ ആളൊന്നുമില്ല. ആരെന്റെ എഴുത്താരാണ്? ഇവരുണ്ട്. എഴുത്താരാണ് പറയും. പ്രത്യേകതാരാ? കാരണം ഇവളായിട്ടുള്ള കോമ്പിനേഷൻ തീരുന്ന എന്ന് വെച്ചാൽ അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് കിച്ചുവിനെ എടുത്തു കൊടുക്കുന്നത്. അന്ന് ഇവര് വന്നിട്ടില്ല. അന്ന് മൂപ്പര് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ മൂപ്പര് പോയി കഴിഞ്ഞാണ് അവരെല്ലാം വന്നത്. അതുകൊണ്ട് കോമ്പിനേഷൻ തീരുന്നുണ്ടായിരുന്നില്ല. മറ്റേ മോളെ കണ്ടിട്ടുണ്ട്. ജുവലിനെ കണ്ടത്. ജുവലിനെ കണ്ടത്. ഓക്കെ. അപ്പൊ എന്തായാലും ഓഗസ്റ്റില് സിനിമ റിലീസ് ആവുകയാണ്. അതിൽ കുറെ പേരുടെ ഒരു കൂട്ടായ്മ സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കരിയറിലേക്കുള്ള ഒരു ചോദ്യത്തോട്ടെ. പിന്നെ ഞങ്ങള് ഈ ചെറിയൊരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതിന് പ്രത്യേകം നന്ദി നിങ്ങൾക്ക്. അപ്പൊ ഇനി ഇതുകൊണ്ട് പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.